അതുകൊണ്ടല്ല അദ്ദേഹം MLA ആയത്. വെറുതെ തമാശ പറഞ്ഞിട്ടല്ലല്ലോ MLA. ഈ MLA ആകാൻ വേണ്ടിയുള്ളൊരു പ്ലാനിന്റെ ഭാഗമായിട്ട് അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഹാസ്യമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. സ്ക്രീനിന്റെ വെളിയിൽ മാത്രമാണ്. നിങ്ങൾ കാണുന്ന ഇതിലാണ് അങ്ങനെ ഒരു ഹാസ്യമൊക്കെ. യഥാർത്ഥത്തില് പിഷാരടിയുടെ ഒരു വേറൊരു മുഖമാണ്. എന്തെങ്കിലും എതിര് പറഞ്ഞു നോക്ക്, ധർമ്മം പറഞ്ഞു നോക്ക്, അടുത്ത വർക്കേ കാണത്തില്ല. അല്ലെ ചിരിക്കാനുള്ള എനിക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഭ്രാന്തിന്റെ. എല്ലാരും പറയുന്നത് ഒരു മിനി ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ അങ്ങനെ. പല്ലിയുടെ റോൾ എന്താണ്? അത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. പല്ലില്ലാത്ത സ്ഥിതിക്ക് പല്ലി അല്ല അതായത് അല്ലെ ഇല്ലാത്ത ഒരാളിനെ പറ്റി അവരില്ലാത്ത സമയത്ത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ ചെലവാക്കിയിട്ടുള്ളത് പല്ലിക്ക് വേണ്ടിയിട്ടാണ്. പോസ്റ്റ് കൂടാൻ കാരണം പറ്റില്ല. അല്ല പല്ലിയിലൊക്കെ അഭിനയിപ്പിക്കാൻ ബുദ്ധിമുട്ടല്ലേ കറക്റ്റ് സമയത്ത്? ഹൗസ് പനോരമ സ്റ്റുഡിയോ അപ്പൊ പീ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ പിന്നെ പല്ലി ആണ്ടവനിറങ്ങി വന്നാൽ തീയാട്ടം പീ കൊണ്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നല്ലോ അല്ലെ? ഡേറ്റിന്റെ ഇഷ്യൂ ഒന്നില്ലായിരുന്നു ഇടയ്ക്ക്. പൃഥ്വിരാജിനെ ട്രൈ ചെയ്ത് കിട്ടിയില്ല. അത് പീ കൊണ്ട് തുടങ്ങുന്നത് പേര് മാറ്റാനും പറ്റില്ല. കുഞ്ചാക്കോ. പക്ഷെ നിങ്ങൾ ആരും ഇതുവരെ പല്ലിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞില്ല കേട്ടോ. നല്ല വർക്കായിരുന്നു. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. പറയാനേറെ ഉള്ളപ്പോൾ അറിയാനേറെ ഇമ്പം. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. പറയാൻ ഏറെ വിശേഷങ്ങളായി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ജൂലൈ 31 റിലീസ് ചെയ്യാൻ പോകുന്ന ഉന്മാദം മൂവിയുടെ ടീം മെമ്പേഴ്സ് ആണ്. വെൽക്കം എല്ലാവർക്കും. ഞാൻ ഈ എൻ്റെ ഇന്റർവ്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാള് നമുക്കൊരു ഇത് നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇന്നയാളെ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഈ മൊമെന്റ് എനിക്ക് റിയലൈസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ബ്ലഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചാക്കോ വെച്ചാൽ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. എനിക്ക് ചാക്കോച്ച വന്നപ്പോഴത്തേക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ മറന്നുപോയ ഒരവസ്ഥ. പോരുത്. പക്ഷെ എന്താ പറയാ, എല്ലാവരും ഇന്റർവ്യൂസിൽ ഈ ഫീൽഡിൽ പരിചയമുള്ള എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ചാക്കോച്ചനെ ഇന്റർവ്യൂ ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, ഗ്രാഫ് മുകളിലോട്ടാന്ന് പറയാറുണ്ട്. അതാണ് എന്റെ ആകെ പ്രതീക്ഷ. അപ്പൊ ഞാൻ ഇന്നലെ ചേട്ടൻ എന്നെ വിളിച്ച് ഇങ്ങനെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചാക്കോച്ചനാന്ന് പറഞ്ഞപ്പോ ചാക്കോച്ചന് വേണ്ടി ഞാൻ ഒരു കവിത എഴുതിയിട്ടാണ്. എനിക്ക് ആദ്യം തന്നെ പാടണം പ്ലീസ്. കാരണം കൃഷ്ണപ്രഭ ചേച്ചി ഒരു പാട്ടുകാരിയാണ് അല്ലേ? ചേച്ചിക്ക് അല്ല, സാബു ചേട്ടനൊക്കെ ഭയങ്കര ആധികാരികമായി അപ്പൊ കവിത പാടുമ്പോ എനിക്ക് ഇവരുടെയൊക്കെ പ്രസൻസില്, അതും ചാക്കോച്ചനെ കുറിച്ചൊരു കവിത എന്ന് പറയുമ്പോ എനിക്ക് അത്ര എക്സൈറ്റ്മെന്റ് ടെൻഷനും ഉണ്ട്. എന്തെങ്കിലും ഓക്കെ കളിയാക്കരുത് കേട്ടോ. ഓക്കെ ചാക്കോച്ച സത്യമായിട്ടും ഞാൻ 2 മണി 3 മണിക്ക് എണീറ്റിരുന്ന് ഞാൻ അത്രയും എനിക്ക് സത്യമായിട്ടും അല്ല ഇന്നലെ വെളുപ്പിന്. ഓക്കെ. അനിയത്തിപ്രാവിൽ പ്രണയം പറന്നു, നിറത്തിൽ യുവാക്കളുടെ മനസ്സ് നിറച്ചു, ഹരികൃഷ്ണൻ കൂട്ടത്തിൽ സ്റ്റൈൽ തെളിഞ്ഞു, മഴവില്ലായി സ്ക്രീനിൽ നിറങ്ങൾ പടർന്നു. കുറച്ചു നാള് ചാക്കോച്ചനെ കാണാതെയായി. എവിടെ പോയി? തിരിച്ചു വന്നതോ ട്രാഫിക്കിലൂടെ. ഓർഡിനറിയിൽ സാധാരണക്കാരൻ, നായാട്ടിൽ ഓടിയ ധീരൻ, എന്നാ താൻ കേസ് കൊടിയിൽ കോടതി കുലുങ്ങി, ഓഫീസർ ഡ്യൂട്ടിയിൽ കുറ്റവാളികൾ വിറങ്ങി. റൊമാൻസ് ചെയ്യും, ത്രില്ലർ ചെയ്യും, കോമഡി വന്നാൽ കൈവിടില്ല. ഒരു കാര്യം മാത്രം ഇന്നും സംശയം, ചാക്കോച്ചന്റെ സ്മൈലിന് ഇന്നും വയസ്സാവാത്തത് എന്താ? എങ്ങനെയുണ്ടായിരുന്നു സാബു ചേട്ടാ എന്റെ കവിത? നല്ലതല്ലായിരുന്നോ? കവിതയായിരുന്നോന്നാണോ? ഞാൻ വിചാരിച്ചു ഇത് ഇൻട്രോ പറഞ്ഞിട്ട് കവിതയിലേക്ക് പോകുന്നില്ല. എന്താ ചേട്ടാ, ഞാൻ ഒന്നില്ലെങ്കിൽ ഉറക്കൊളച്ചായിരുന്നു ഉണ്ടാക്കിയത്. ഇതിന്റെ പേര് ലോങ് പ്രോസ് എന്നാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. ചാക്കോച്ചന് ഇഷ്ടപ്പെട്ടോ? പിന്നെ
ഞാൻ ആകപ്പാടെ ഉന്മാദത്തിലായി പോയി. നിങ്ങൾ ഉന്മാദത്തിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഇത് ചെയ്തത്. ഏറ്റില്ലേ അത് എനിക്ക്. ഓൺലൈനില് ചേട്ടാ ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയാം, സാബു ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. സത്യം പറയാം ശരിക്കും ഇങ്ങനെ ഇവരെല്ലാം കൂടി ഒരു ഇമേജ് ബിൽഡ് ചെയ്യുക. ഇന്റർവ്യൂ ചെയ്യാൻ മാത്രമല്ല, ഇന്റർവ്യൂവിന് കൂടെ ഇരിക്കാനും പേടി. അല്ല, സമൂഹത്തിൽ ഇവരെ ബിംബവൽക്കരണം എന്ന് പറയും. അതായത് ഞാനൊരു ക്രൂരനും പൈശാചികനും ആണെന്നുള്ള ഒരു ഇമേജ് ഇവര് സംഭവം ഇത് കരിയർ ഗ്രോത്തിന് തടയാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അല്ല, ഞാൻ ഈ ഹാജര ഇതും തിരിഞ്ഞു നോക്കിയത്. ഇന്നലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് 10 പേരെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോ നമ്മളില്ല. അദൃശ്യ ശക്തി ഒന്നുമില്ല. പ്രൊഡക്ഷനെ വിളിച്ചു പറഞ്ഞിട്ട് പടം മാറ്റിയിട്ട് എന്റെ തല എന്റെ ഫിഗർ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് ക്ലോസപ്പും വെച്ചു, ഫുള്ള് വെച്ചു. നമുക്ക് വിഷമമില്ല, ഓക്കെയാണ്. കരിയറിന് ഒരു ബ്ലോക്ക് ഇടാന്നുള്ളതാണ് അതിന്റെയാണ് ഈ ബിംബവൽക്കരണം. ഇത് സാബു പറയുന്നത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സാബു നടുവിലെ എല്ലാരും പറയുന്നത് ഒരു മിനി ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂ വൈറലാന്നാ പറയണേ. സാബു ചേട്ടൻ ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ എയറിലാണ്. ജനലിൽ കൂടെ ഞാൻ സ്പൈഡർമാനെ പോലെ ചാടിയും കൂടെ കയറും, സാധനം പൂർത്തിയാവും. അപ്പൊ നമുക്ക് ഉന്മാദത്തിൽ വരെ നമ്മൾ കുറച്ചധികം ഉന്മാദിച്ചു പോയി തുടക്കത്തിൽ തന്നെ എന്നുള്ളതാണ്. സോ ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് എന്നെ ഭയങ്കര ഹുക്ക് ചെയ്ത. സാധാരണ നമ്മളിങ്ങനെ വരുമ്പോ ചോദിക്കും നിങ്ങളുടെ റോൾ എന്താന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എനിക്കറിയാൻ ആഗ്രഹം ഇതിൽ പല്ലിയുടെ റോൾ എന്താന്നാണ്. അത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. പല്ലി അല്ല, അതായത് അല്ലെ അവരില്ലാത്ത ഒരാളിനെ പറ്റി അവരില്ലാത്ത സമയത്ത് പല്ലിയെ പറ്റി പറയാൻ ചേട്ടനാണ് കൂടുതൽ ആപ്റ്റെന്നാണ് ഇവരുടെ ഒരു. നിങ്ങൾ അങ്ങനെ കാണിച്ചില്ലേ? ഇല്ലേ? ചോദ്യമാണ്. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. കാരണം നിങ്ങൾ എല്ലാരും മൂവിയിൽ ഒരേപോലെ അഭിനയിച്ച ട്രെയിലറിലൊക്കെ നല്ല കത്തി നിൽക്കുന്ന ചാക്കോച്ചന്റെ കയ്യിൽ പല്ലി വീഴുന്നു, പല്ലീനെ കാണുമ്പോ ടെൻഷൻ ആകുന്നു. അപ്പൊ എന്താണ് പള്ളിക്ക് എന്തോ റോളുണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനത്തെ ഒരു മൂവി, സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഹൊറർ കൈൻഡ് ഓഫ് ത്രില്ലർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ട്രെയിലർ കണ്ടപ്പോൾ. കാശ് ചെലവാക്കിയിട്ടുള്ളത് പല്ലിക്ക് വേണ്ടിയിട്ടാണ്. കൂടാൻ കാരണം അല്ല, പല്ലിയിലൊക്കെ അഭിനയിപ്പിക്കാൻ ബുദ്ധിമുട്ടല്ലേ? കറക്റ്റ് സമയത്ത് ഹൗസ് പനോരമ സ്റ്റുഡിയോ അപ്പൊ പി കൊണ്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ പിന്നെ പല്ലി അവരുടെ നിർബന്ധമായിരുന്നു. ഈ കൊണ്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഡേറ്റിന്റെ ഇഷ്യൂ ഒന്നുമില്ലായിരുന്നു ഇടയ്ക്ക്. അത് പൃഥ്വിരാജിനെ ട്രൈ ചെയ്ത് കിട്ടിയില്ല. അത് പി കൊണ്ട് തുടങ്ങുന്ന അത് കിട്ടിയില്ല. പല്ലി വേറെ എയർലൈൻ, പല്ലി ഓൾറെഡി എയർലൈൻ. എനിക്കാണെങ്കിൽ പേര് മാറ്റാനും പറ്റില്ല, പുഞ്ചാക്കോ. പക്ഷെ നിങ്ങൾ ആരും ഇതുവരെ പല്ലിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞില്ല കേട്ടോ. നല്ല വർക്കായിരുന്നു. സമയത്ത് വരും. അങ്ങനെയല്ല ചേട്ടാ, നമ്മള് സാധാരണ ഇപ്പൊ പുലിമുരുകലില് പുലി വന്നു, അങ്ങനെ പല ഇത് വന്നു. പക്ഷെ പല്ലീനെ ഒരാളെ സിനിമയിൽ അഭിനയിപ്പിക്കുന്ന ഞാൻ ആദ്യമായിട്ട് ആ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാ. ഇല്ലേ പല്ലി? കൃഷ്ണപ്രഭു ചേച്ചി പറ, പല്ലിക്ക് പല്ലിയുടെ കോമ്പിനേഷൻ ഇല്ലായിരുന്നു. നോക്കുമ്പോ വലിയ ഉപദ്രവം ചെയ്യാത്ത ആള് കൃഷ്ണപ്രഭുവാണ് തോന്നുന്നുണ്ട്. അങ്ങോട്ട് പോവാ. പല്ലിക്ക് റോൾ ഇല്ലേ? നിങ്ങൾ എന്തോ മറക്കുന്നുണ്ട്, നിങ്ങൾ അത് പറയുന്നില്ല, തുറന്ന് പറയുന്നില്ല. മറക്കാനാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പല്ലിയുടെ ഇമേജ് ആ ടൈപ്പിൽ തന്നെ വെക്കും. അപ്പൊ പല്ലി റിലേറ്റ് ചെയ്തോളൂ എന്തോ ഹൊറർ. അത് പറ. കാരണം ഈ ലൊക്കേഷനിലെ ആ ഒരു എക്സ്പീരിയൻസ് പല്ലിയായിട്ടുള്ള അതാണ് അവർ ചോദ്യം. പല്ലിക്ക് അങ്ങനെ ഒരു അന്ധവിശ്വാസം ഇല്ലേ ചേട്ടാ? പല്ലിക്ക് പല്ലിനെ കുറിച്ച് അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ട്. പല്ലി ചലച്ച അത് സത്യാന്ന് പറയും. പല്ലി മേത്ത് വീണ എന്തോ അപകടം വരാനുണ്ട് എന്നൊക്കെ പറയും. എന്താ അങ്ങനെ അങ്ങനെ ചലിക്കുന്നത് ഇങ്ങനെ
അങ്ങനെയാണ് ചരക്കാറ് പൊതുവെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതൊരു ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കൈൻഡ് ഓഫ് ത്രില്ലർ ജോണറില്, കാരണം സൈക്കോളജി ഒന്നില്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ള റിവെഞ്ച് ആയിരിക്കും, പക്ഷെ ഇതിൽ വില്ലൻ ആരാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ട്രെയിലർ മുന്നോട്ട് പോയത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പേഴ്സണലി. അപ്പോൾ ചാക്കോച്ചന്റെ ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങുന്നതെല്ലാം ഇങ്ങനെ ഒരു ജോണറാണ്. കാര്യം ഞങ്ങൾ ആ ചോക്ലേറ്റ് ഹീറോനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ചാക്കോച്ചനെ കാണുമ്പോൾ ഓരോ പോലീസ് വേഷവും ഞങ്ങളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഉന്മാദത്തിൽ ഞങ്ങളെ ഞെട്ടിക്കാൻ എന്ത് എലമെന്റ് ആണ്? ശരിക്കും ചോക്ലേറ്റ് ഇമേജ് ഉള്ളത് പല്ലിക്കാണ്. വീണ്ടും പല്ലി ഇന്റർവ്യൂ കൊണ്ടുപോയി. ഓക്കെ, എന്താ, കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമ്മൾ അങ്ങനെ ഒരു ചാക്കോച്ചൻ എക്സ്പെക്ടേ ചെയ്തിട്ടില്ല. ഒരു അങ്ങനത്തെ ഒരു പോലീസ് നായകൻ, ഭയങ്കര നമുക്കൊക്കെ ദേഷ്യം തോന്നുന്ന. അപ്പൊ ഈ പോലീസ് വേഷത്തിൽ ചേട്ടൻ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇതൊരു ശരിക്കും ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ല, എല്ലാരും കാണിക്കാനുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഷാഹിയുടെ സ്ക്രിപ്റ്റാണ്, ഷാഹിയുടെ പോലീസ് കഥാപാത്രങ്ങൾ 3ാമത്തെ പോലീസ് കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾ, അതും ഷാഹിയുമായിട്ട് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എന്താണ് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാണ്ട് സാധിക്കുക, അതിനുള്ളൊരു ഉത്തരമാണ് ഉന്മാദവും അതിലെ ഷെല്ലി എന്നുള്ള കഥാപാത്രവും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും പോലീസ് സിനിമകളിൽ നിന്നും മാറ്റമുള്ള ഒരു സിനിമയായിരിക്കും ഉന്മാദം. അപ്പോൾ ഷാഹിയുടെ സിനിമ എന്ന് പറയുമ്പം അത്യാവശ്യം ഡാർക്ക് ആണെന്നുള്ള ഒരു പൊതുവേ ഉള്ള ഒരു ധാരണ അതല്ല എന്നുള്ളത് പുള്ളി ഇതിന്റെ ഉന്മാദത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് തന്നെ പറഞ്ഞു, അത്രയ്ക്ക് ഡാർക്ക് അല്ല എന്നുള്ളത്. അതിനെ ഒന്നും കൂടെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സെൻസർഷിപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. U13+ ആണ്, പിള്ളേർക്കൊക്കെ കൂടെ കാണാവുന്ന രീതിയിലുള്ള. അപ്പൊ അത് തന്നെ അത് ഒന്നും കൂടെ അടിയുറപ്പിച്ച് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഒരു എന്താ പറയാ, ഷാഹിയുടെ സോകോൾഡ് ഒരു സ്ട്രോങ് പോയിന്റ്സ് എന്ന് പറയുന്ന രീതിയിൽ പോലീസ് സ്റ്റോറി, അതിൽ കുറച്ച് ഇമോഷൻസ് ഉണ്ടാവും, കുറച്ച് മിസ്റ്ററി, ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ കൂടെ കുറച്ചുകൂടെ ഒരു ഹൊറർ എലമെന്റും കൂടെ ഇപ്രാവശ്യം ഷാഹി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിക്കും ഉന്മാദത്തിന്റെ ഒരു USP എന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നു. ഈ സിനിമയെ കുറിച്ച് നമുക്ക് അധികം ഇതിന്റെ കഥയെക്കുറിച്ച്, ഈ കഥാഗതിയെ കുറിച്ചും പറയാൻ പറ്റില്ല. കാര്യം അതിന്റെ ഒരു സുഖം പോകും, കാഴ്ചക്കാർ സ്പോയിലർ ആയി പോകും എന്നുള്ളതാണ്. അത്രയും എക്സൈറ്റിംഗ് എലമെന്റ്. സ്പോയിലറിന്റെ മലയാളമാണ് പറഞ്ഞത്. ഞാനത് മനസ്സിലായത്. ഇതാ പ്രശ്നം, ഇതാണ് നമുക്ക് പേടി. എന്ത് പറഞ്ഞാലാണ് അതിൽ കയറി പിടിക്കുക ചിലപ്പോ. ഇല്ല, ഒന്നുമില്ലെന്ന്, ഇത് തോന്നലാണ്. ഞാൻ കേട്ടത് ഒരു ഇന്റർവ്യൂർ കരഞ്ഞു എന്നാണ് ഇന്റർവ്യൂ ആയിട്ട്. ബാക്കി അവിടെ പോയി ചേട്ടൻ അങ്ങനെ അല്ല അല്ലെ? എല്ലാരും അത് ഇവരെല്ലാരും കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇത് അടിച്ചു താഴ്ത്താന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം, അല്ലേ? ഒരു പെരുമൃഗമാണ് ഞാൻ. അതിന് വേണ്ട വിഷമമില്ല ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ അടിച്ചമർത്തണേല്? ഞാൻ അകത്ത് വിങ്ങി കരഞ്ഞോണ്ടാണ് നോക്കിയാ അറിയാൻ പറ്റും. മുഖത്തത് കാണാനില്ല. ഇല്ല, അത് അഭിനയം, ആക്ടിങ് ആണല്ലോ. ഇത് കണ്ട് ആരെങ്കിലും വിളിക്കും. അപ്പൊ നമുക്കൊരു ഉന്മാദം, ഉന്മാദത്തിൽ വീണ്ടും പല്ലി വരും. പല്ലി നമ്മൾ കളഞ്ഞു, പല്ലി പോയി. നമുക്കൊരു ഉന്മാദം സെഗ്മെന്റ് ആയാലോ? നിങ്ങളൊക്കെ പേഴ്സണൽ ലൈഫിൽ ഉന്മാദിപ്പിക്കുന്ന കാര്യം എന്താ? നമുക്ക് ഭയങ്കര ഒരു ഉന്മാദം കിട്ടണ കാര്യം. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഭ്രാന്തിന്റെ മഞ്ഞം കഴിഞ്ഞ് മജന്റെ അത് ഉന്മാദം തരുന്നുണ്ട്. അല്ല, ഡോക്ടർ തന്നത്, ഉന്മാദം തന്നല്ല. അല്ല, അത് ആ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണോ ചേട്ടന് ഉന്മാദം? വാങ്ങിച്ചു പിടിക്കാൻ കാണിക്കുന്നതാണ് എന്റെ ഉന്മാദം. വെറൈറ്റി ഉന്മാദം. അതാണ്, അത് തന്നെ, അത് പറ. കൃഷ്ണപ്രഭ ഏതോ മറ്റേതില്ലേ ഇപ്പൊ പറഞ്ഞു, കിരൺ പറഞ്ഞു, അത് പറ. ചേച്ചിയുടെ ഉന്മാദം എന്താ ലൈഫില്? ജീവനേ ഒരു ഉന്മാദം. അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ? എനിക്ക് എപ്പോഴും ഭയങ്കര ചിരിക്കാനൊക്കെ ഇഷ്ടം. അതിന്റെ പേരിൽ ഞാൻ ഒത്തിരി വഴക്കം കേട്ടിട്ടുണ്ട്. ഞാൻ നന്നായി ചിരിക്കുന്ന നന്നായി ചിരിച്ചതിനൊക്കെ എന്നെ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് പണ്ടൊക്കെ. ഉറക്കെ ചിരിക്കുകയും ചെയ്യും. അപ്പൊ ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ചില ആൾക്കാരത് എന്താ കുഴപ്പമുണ്ടെന്നൊക്കെ വിചാരിക്കും. ലിജോ ചേച്ചി ഇല്ല ജീവിതത്തിൽ ഒന്നിനോടും ഇല്ല. ഇത് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം വലിയ ധാരണയില്ലാത്തോണ്ടാണ്. ഉന്മാദം എന്ന് വെച്ചാൽ ഒരു പ്ലഷ്, ഒരു കൈൻഡ് ഓഫ് പ്ലഷ്. ഉന്മാദം എന്നാൽ ഭ്രാന്ത്. എന്നാലും ചോദിക്കാലോ, നമുക്ക് ജീവിതത്തിൽ ഒരു സാധനത്തിനോട് ഭ്രാന്ത് ഉണ്ടാവില്ല. ചേട്ടൻ അഭിനയിക്കാൻ ഭ്രാന്തില്ലേ?
ഇല്ലേ? എന്താ? അഭിനയിക്കുന്നതായിരിക്കും വിനയത്തോട് ഒരു ഭ്രാന്തനാവും. അങ്ങനെ അല്ല. ഇത്രയും അഭിനയത്തെ- സുന്ദരനായ അങ്ങനെ റൊമാൻറ്റിക് വേഷങ്ങൾ എന്ന ചാക്കോച്ചന്റെ മുഖത്ത് വെക്കല്ലേ നിങ്ങൾക്ക് ഭ്രാന്തല്ലേ എന്നാണ് ഈ ചോദ്യത്തിന്റെ മലയാള പരിഭാഷ. അല്ല, അഭിനയത്തോട് ഭ്രാന്തില്ലേന്ന് നമുക്കൊരു അഡിക്ഷൻ പോലെ ഇല്ലേ? ഞാൻ ആ ചോദ്യം പിൻവലിച്ചു. അത് ഓക്കെ. അങ്ങറ്റത്തെ പരിപൂർണ്ണ നിശബ്ദതയിൽ ആണ്ടുപോയി. അതുപോയി. അല്ല ഞാൻ ഈ അപകടം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പലയിടത്തോട്ടും ചോദ്യം പോയി. ലിജോ ആലോചിക്കാൻ സമയം ചോദിച്ചു. ഇവിടെ ഒരാൾക്ക് ഉന്മാദമേ ഇല്ല എന്നൊരാൾ പോയി. ഞാനപ്പോ ഒരാൾ ചിരിയിലൂടെ ഉന്മാദം പറഞ്ഞു തീർന്നു. ഇപ്പൊ അടുത്ത് എന്താണ് അപ്പൊ സിനിമ അദ്ദേഹത്തിന് ഉന്മാദം അല്ലെങ്കിൽ തൽക്കാലം ഞാൻ ആ സിനിമ എടുക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഉന്മാദമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉന്മാദം സെഗ്മെന്റിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാം. കുറച്ച് ഈ മൂവി കുറച്ച് ഒരു ഹൊറർ കൈൻഡ് ആയതുകൊണ്ട് എന്റെ ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ആയിരിക്കും. ശരിക്കും ആദ്യം ചേട്ടനോട് ചോദിക്കട്ടെ, ഒരു മർഡർ ഉന്മാദത്തിന്റെ സെഗ്മെന്റ്. ഉന്മാദത്തിന്റെ സെഗ്മെന്റ്, അതായത് ഇതിൽ ഏത് ചെയ്താലാണ് ഇന്റർവ്യൂല് അല്ല ഞാൻ ഇവരോട് ഇന്റർവ്യൂലേ ആ ഗൗരവമായ റൗണ്ട് വരുമ്പോ അതിന്റെ ഒരു സീരിയസ്നെസ് കാണിക്കാൻ പറഞ്ഞ ഗൗരവല്ല ചേട്ടാ. അല്ല ഹാസ്യമാണ്. ഹാസ്യമുണ്ട്. അപ്പൊ ഒരു ഈ പറയുന്ന രണ്ടെണ്ണത്തിൽ ഏതാണ് ചേട്ടന് കൂടുതൽ ഉന്മാദം നൽകുന്നത് എന്നുള്ളത്? ഒരു മർഡർ കേസ് സോൾവ് ചെയ്യുമ്പോഴാണോ മറ്റൊരാളുടെ മനസ്സ് വായിക്കുമ്പോഴാണോ? മറ്റൊരാളുടെ മനസ്സ് വായിക്കുമ്പോഴേ ആരും എന്നെ വിളിക്കൂല. ഇനി അതൊരു ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. either A or B. അപ്പൊ പിന്നെ ബി. ബി. ഓക്കെ. ചേച്ചി, ചേച്ചിയുടെ തന്നെ ഭാവി അറിയുന്നതിലാണോ ഉന്മാദം, അതോ ചേച്ചിയുടെ തന്നെ ഓർമ്മകൾ മാച്ച് കളയുന്നതിലാണോ ഉന്മാദം? പറയണം, എന്തായാലും പറയണം. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് എടുത്താൽ പ്രസന്റിൽ ജീവിക്കുന്നതാണ് ഉന്മാദം. ഉന്മാദം ഇപ്പോഴത്തെ ഓർമ്മകളിൽ ജീവിക്കാൻ അത് പറ്റില്ല. എനിക്ക് രണ്ടോ ഒന്നെങ്കിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ മുന്നോട്ട് പോകും. നമുക്ക് കഴിഞ്ഞ കാര്യത്തെ പറ്റി വെറുതെ ആലോചിച്ചിരുന്നിട്ട് കാര്യം, മുന്നോട്ടല്ലേ പോണ്ടേ? ശരി ചാക്കോച്ചാ, പേടിയുണ്ടോ? ഒരു ഹോണ്ടഡ് ഹൗസിൽ ട്രാപ്പ് ആയി പോയി, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ലോക്കായി. ഇതിലേതായിരിക്കും ഉന്മാദം? ആണോ? ഇഷ്ടാണോ? പരിപാടിയല്ലേ? ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പക്ഷെ ഇതിന് ആ ഒരു ഫീൽ ഉണ്ട്. ഞങ്ങളാണോ ഉദ്ദേശിച്ചത്? അയ്യോ, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക അതൊക്കെ. ചേച്ചി, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സെറ്റിൽ ഇരിക്കുന്നതാണോ ഉന്മാദം, ഷൂട്ടിന്റെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നതാണോ ഉന്മാദം? കിടന്നുറങ്ങുന്നതായിരിക്കും. അമ്പോ, വെറുതെ ഇറന്നുറങ്ങണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഷൂട്ടിന്റെ ഇടയിൽ കിടന്ന് ഇതെല്ലാരും കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. ഞാനും വിചാരിച്ചു ഓക്കെ. സോറി, എല്ലാരും വെറുതെ ചിരിക്കുന്നു, എന്താന്നറിയില്ല. ചേട്ടന്റെ അടുത്ത് ചോദിക്കാൻ വരുമ്പോ ബാക്കിലുള്ളവരൊക്കെ വെറുതെ, അപ്പൊ എന്റെ തുടങ്ങിയിടുന്ന ആചാരമാണ് ചിരിക്കാ ശരി. ചേട്ടാ. ഓക്കെ, ഒരു ഉന്മാദം മൂവിയുടെ സ്പോയിലർ പറയുന്നതിലാണോ ഉന്മാദം? ഓക്കെ, ഫോണിന്റെ ഗാലറി ഇപ്പൊ ഇവിടെ കാണിക്കാൻ പറഞ്ഞ അത് ബിഗ് സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നതാണോ ഉന്മാദം? സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നു. കാണിക്കും. ഇത് മറ്റേ അയ്യോ വേണ്ട, നമ്മളോടാ കളി. ഞാൻ ചുമ്മാ ഒരു ഫണ്ടിന് ഒന്നുമില്ല. ചേട്ടന്റെ തല ചേട്ടന്റെ ഫുൾ ഫിഗർ. ഇല്ലല്ല എന്റെ അല്ല, കൂടെ ഉള്ളവരുടെ തല കൂടുതൽ. പിന്നെ ഇവനെയൊക്കെ ഉണ്ടല്ലേ, അവ ഇങ്ങോട്ട് പൈസ തന്ന് ഫോട്ടോ എടുപ്പിക്കുക. ഇങ്ങോട്ട് പൈസ തന്ന് 700 രൂപയും GST തിന്നുന്നുണ്ട്. നാണമില്ല അല്ലേ? പ്രൊഡക്ഷന്റെ പൈസ ഒക്കെ എണ്ണുന്നത് ഇവനീ പടത്തിലില്ല. മനസ്സിലായോ? നമ്മള് റെസ്റ്റോറന്റ് വെച്ച് കണ്ടതാ. ഇവനെ കഴിപ്പിക്കുന്ന എനിക്കൊരു ഉന്മാദമായിരുന്നു. എന്റെ ഗാലറി ഒക്കെ ഫ്രീ ആണ് കേട്ടോ, ഓപ്പൺ ആണ്. ഭാര്യ ഒഴികെ ആർക്കും കാണാം. അങ്ങനല്ല, ചേട്ടത് ഭാര്യ കാണും. ഇല്ലല്ല, ഓൺലൈനിലില്ല, ഇല്ല, വീട്ടിൽ നെറ്റ് ഇല്ല. വിദ്യാഭ്യാസം ഒന്നും അതില്ല, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് ഇങ്ങനെ. ഇതുകൊണ്ടാണ് എന്റെ ഉന്മാദം. ഇതുകൊണ്ടാണ് ചേട്ടനെ എല്ലാരും ഒരു മിനി ഷൈൻ ടോം ചാക്കോ എന്ന് വിളിക്കുന്നത്. എനിക്കിപ്പോ മനസ്സിലായി. എനിക്ക് നേരിട്ട് കാണാൻ ഇപ്പോഴേ ആ ഒരു ഭാഗ്യം കിട്ടിയുള്ളൂ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള. പയ്യന്മാരും ഒക്കെ ആയിട്ടാണ് എന്നെ കമ്പയർ ചെയ്യുന്നത്. അത് ചേട്ടനെ കണ്ട അത്ര വലിയ പ്രായം ഇവനത് എന്തിന്റെ ഉദ്ദേശം? ലൈറ്റ്, ഇത് പ്രോ മാക്സ്. നമ്മള് മൂവിയിലെ ഈ പറയുന്ന പോലെ ചാക്കോച്ചൻ ചെയ്യുന്ന സൈക്കോ ത്രില്ലർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് കണ്ട കുറെ പടങ്ങൾ, ഇങ്ങനെ ഒരു ചാക്കോച്ചൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല.
ഇനി ഇപ്പൊ നമ്മൾ ഉന്മാദം ചെയ്തു, ഇനി ചാക്കോച്ചൻ ഒരു എക്സൈറ്റിംഗ് ത്രില്ലർ മൂവി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഒരുമാതിരിപ്പെട്ടൊക്കെ ചെയ്തു, എന്നാലും ഒരു വെറൈറ്റി ഏത് ജോൺറ ചെയ്യേണ്ടതെന്ന്. ഇതൊരു ക്ലൈമാക്സ് ആയിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ഇനി അങ്ങോട്ട് കുറെ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ ഇനിയുണ്ട് വിശ്വസിക്കുന്നത്. ഒത്തിരി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കണേ ഈ ഒരു ജോണറിൽ ഏതായിരിക്കും എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ത്രില്ലർ ചെയ്തു, ഹൊറർ ചെയ്തു. അത് ഇപ്പൊ ഏത് ആക്ടറോട് ചോദിച്ചാലും അവര് ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങൾ സിനിമകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇപ്പോ മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഉള്ള കോണ്ടന്റുകൾ നമ്മുടെ സിനിമയിൽ വരുന്നുണ്ട്. അത് ഭാഷാഭേദമന്യേ എല്ലാ ആൾക്കാരും സിനിമ ആസ്വാദകരും അത് ആസ്വദിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മളിപ്പോ മലയാള സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ജോണർ ഷിഫ്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ഭാഗമാകാനായിട്ട് എല്ലാ ആക്ടേഴ്സിനെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. ജൂനിയർ ചാക്കോച്ചനെ നമുക്ക് കാണാൻ പറ്റും ഇനി മൂവിയിൽ ഏതെങ്കിലും അപ്കമിങ്? ഇല്ല അവിടെ ഒന്നുമില്ല, ഒന്നും ഇല്ല. എങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അച്ഛന്റെ പടമൊക്കെ കണ്ടിട്ട് എന്താവും പറയാറ്? തിയേറ്ററിൽ പോയി ആദ്യം കണ്ട പടം അഞ്ചാം പാതിരിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന സിനിമകൾ കൂടുതലും ഒരു കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള വേറെ കൈൻഡ് ഓഫ് മൂവീസും ക്യാരക്ടേഴ്സും ഒക്കെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഈ അടുത്താണ് അവൻ പഴയ അനീതി പ്രാവും ഓർഡിനറി ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് അപ്പൻ പാട്ടൊക്കെ പാടും, ഡാൻസ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇപ്പൊ അങ്ങനത്തെ സിനിമകൾ കുറെ അവൻ കാണുന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു വൈബിലാണ് ആശാൻ ഇരിക്കുന്നത്. എപ്പോഴെങ്കിലും പറഞ്ഞോ അച്ഛനെ പോലെ എനിക്ക് അഭിനയിക്കണം? ഇല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ല. അഭിനയിപ്പിക്കാം അങ്ങനെ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല, ഓപ്ഷൻ കൊടുക്കും. പക്ഷെ സ്വന്തം കഴിവും ഇതും ഉപയോഗിച്ച് തന്നെ മുമ്പോട്ട് പോകണം. അച്ഛന്റെ ഒരു അധ്വാനിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവന് പങ്കില്ല എന്നുള്ളത്. ചേട്ടൻ വന്ന സമയത്ത് എന്റെ അടുത്ത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുമോന്ന് ചോദിച്ചില്ലേ? ഞാന് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമോ എന്ന് ഭയത്തോടെ ചോദിച്ചത്. ചോദിക്കണ്ടെന്നുള്ള രീതിയിൽ. അന്ന് ഞാൻ പൊളിറ്റിക്കൽ അല്ലാത്തൊരു ചോദ്യം ചോദിക്കട്ടെ. പൊളിറ്റിക്കൽ അതാണോ അതിന്റെ പേര്? എനിക്കറിയില്ല. ബിഗ് ബോസിൽ എന്തായാലും ചേട്ടനൊരു വിന്നർ ആയിരുന്നു, ഫസ്റ്റ് സീസൺ വിന്നർ. നമ്മൾ ആദ്യം കണ്ട വിന്നർ ആയിരുന്നല്ലോ ഫസ്റ്റ് സീസണിന്റെ. അപ്പൊ ഇപ്പോ ഈ അഗ്നി പരീക്ഷ വരുമ്പോ ചേട്ടൻ അതിന്റെ ഒരു ജഡ്ജാണ് ഇങ്ങനെ ഒരു റൂമർ നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യമാണ്? ഞാൻ ഇവിടെ വെച്ചത് പറയണം. പറയൂല. അതുമായിട്ടൊന്നും കണക്റ്റഡ് ആയിട്ടില്ല ഇതുവരെ. വിളിച്ചാൽ പോകുമോ എന്നുള്ളത്. ഇപ്പം തൊഴിലിന്റെ ഭാഗമായിട്ട് പോകേണ്ടി വന്നാൽ പോവാം. ബിഗ് ബോസ് എപ്പോഴും നല്ല ഇതായിട്ട് ഫോളോ ചെയ്യുന്ന സീസൺസിലൊക്കെ വൈൽഡ് കാർഡ് ഇതായി ഗസ്റ്റ് ആയിട്ട് വരാറുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു ജഡ്ജായിട്ട് വിളിച്ചാൽ, കാരണം ഏറ്റവും ഡിസേർവിംഗ് ആണല്ലോ ചേട്ടൻ ജഡ്ജായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട്. ഫസ്റ്റ് സീസൺ തന്നെ കപ്പും അടിച്ച് അല്ലേ? അല്ല, അപ്പൊ ജഡ്ജായിട്ട് വിളിച്ചാൽ ഇൻട്രസ്റ്റ് നമ്മുടെ തൊഴിലതാണ്. അതിന് ശമ്പളം തരും, അവിടെ ചെന്ന് ജോലി ചെയ്യും. ഓക്കെ, ഇനി ഞാനൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. എല്ലാരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഇത് ചാക്കോച്ചൻ എക്സ്ക്ലൂസീവ് ആണ്. പക്ഷേ നിങ്ങൾ എല്ലാരും ചാക്കോച്ചനായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തോണ്ട് നിങ്ങൾക്ക് എല്ലാം ഇതിലൊരു ടേക്ക് പറയാനുണ്ടാവും. ചാക്കോച്ചൻ റോസ്റ്റിംഗ് അല്ല, ഇത് റോസ്റ്റിംഗ് അല്ല, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇമാജിൻ ചെയ്യണം. ഞങ്ങൾക്ക് അറിയില്ല, ചാക്കോച്ചന് ഇൻഡസ്ട്രിയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ രാജു ഏട്ടൻ ആയിക്കോട്ടെ, രമേശ് ഏട്ടൻ ആയിക്കോട്ടെ, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. നമുക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടോ? എല്ലാവരുമായിട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ജയേട്ടൻ ഉണ്ട്, ജയസൂര്യ, പൃഥ്വിരാജ്, ആസിഫ് അലി, ടൊവിനോ, രമേശ് ഏട്ടൻ, മഞ്ജു ചേച്ചി, ഈ 6 പേരാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആരൊക്കെയായിരിക്കും ഇങ്ങനെ റിയാക്ട് ചെയ്യാന്നുള്ളത് ചാൻസ് കൂടുതൽ. ഓക്കെ, ഒരിക്കലും റിപ്ലൈ ചെയ്യില്ലാത്ത, എന്ത് മെസ്സേജ് വന്നാലും റിപ്ലൈ ചെയ്യൂലാത്ത ആരെങ്കിലും? എല്ലാവരും റിപ്ലൈ ചെയ്യും. എല്ലാവരും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, മെസ്സേജ് അയക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നെടുനീളൻ വോയിസ് നോട്ട് അയക്കുന്നത് ആരായിരിക്കും? ആരും അയക്കില്ല അങ്ങനെ. എന്നാലും പറഞ്ഞ കാര്യം ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ വോയിസ് നേരിട്ട് വിളിക്കും. ഗ്രൂപ്പിലെ കാര്യം ഉദ്ദേശിച്ചത്. ഹൈപ്പോത്തറ്റിക്കൽ. ഹൈപ്പോത്തറ്റിക്കൽ തെറ്റിക്കാനുള്ള ഒരു ചോദ്യമാണോ? നല്ല സംശയം. ചേട്ടൻ ഇതൊരു ഇങ്ങനെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഓക്കെ, സീരിയസ് ആയിട്ട് ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ആദ്യം നിങ്ങൾ തമാശയൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും, പക്ഷെ അത് ഭയങ്കര സീരിയസ് ആക്കുന്നത് ആദ്യം ആരായിരിക്കും? ആണോ? രമേശേട്ടൻ നമ്മള് കാണുമ്പോ ഭയങ്കര സ്ക്രീനിന്റെ വെളിയിൽ മാത്രമാണ്.
എന്ത് ഫൺ അല്ല അതായത് നിങ്ങൾ കാണുന്ന ഇതിലാണ് അങ്ങനെ ഒരു ഹാസ്യമൊക്കെ. യഥാർത്ഥത്തില് പിഷാരടിയുടെ ഒരു വേറൊരു മുഖമാണ്. അതുകൊണ്ടല്ല അദ്ദേഹം എം എൽ എ ആയത്. വെറുതെ തമാശ പറഞ്ഞിട്ടല്ലല്ലോ എം എൽ എ ആയത്. ഓക്കെ യഥാർത്ഥ ഹാസ്യം കുറവാ ജീവിതത്തിൽ. ഞാൻ പക്ഷെ അങ്ങനെയല്ല കേട്ടേക്കും. ധർമ്മജൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കോമഡിയാണ്, കോമഡി സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന. വർക്കിന് പോകണമെങ്കിൽ വിളിക്കത്തില്ല. എന്തെങ്കിലും എതിര് പറഞ്ഞു നോക്ക്, ധർമ്മം പറഞ്ഞു നോക്ക്, അടുത്ത വർക്കിൽ കാണത്തില്ല. ആ ചേട്ടൻ എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്കറിയാം, എനിക്ക് അവരെ നേരത്തെ അറിയാവുന്നേ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നേ മുമ്പ്. കറക്റ്റാണ്. അല്ല ചിരിക്കാനുള്ള പറഞ്ഞാണത്. ഓക്കെ, അന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ആക്ച്വലി ഇപ്പൊ സീരിയസ് ആയി. ഫോൺ എടുക്കാതെ ഇപ്പൊ എം എൽ എയുടെ ഒരു ഇത് വെച്ചിട്ട് ഭയങ്കര സീരിയസ് ആണെന്നുണ്ടോ? ഹാജര് സീരിയസ് ആയി. രമേശനെ കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാൻ. അത് ഈ എം എൽ എ ആകാൻ വേണ്ടിയുള്ളൊരു പ്ലാനിന്റെ ഭാഗമായിട്ട് അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഹാസ്യമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. യഥാർത്ഥ ലൈഫിൽ വേറെ മുഖങ്ങളും ഉണ്ടല്ലോ. ഗ്രൂപ്പിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് സ്റ്റിക്കർ അയച്ച് വെറുപ്പിക്കാൻ സാധ്യത ഉള്ളതായിരിക്കും. കൊറേ സ്റ്റിക്കർ സ്റ്റോക്ക് ഉണ്ടോ? ഓക്കെ, എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ചെറിയൊരു കാര്യം ഉണ്ടായാൽ ചിലപ്പോ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോവാൻ സാധ്യതയുള്ള. അയ്യോ, അങ്ങനെ നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടോ ശരിക്കും? ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് ഞാൻ പറയട്ടെ, കുഞ്ഞാറ്റ കിളി കൂട്ടം. അവര് ഓൾറെഡി ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഞാൻ കണ്ട, അതിന്റെ മോളിൽ TM എന്നുണ്ട്, കുഞ്ഞക്ഷരം. കുഞ്ഞാറ്റ കിളിക്കൂട്ടൻ TM, ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ്, വട്ടത്തിൽ 6. ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ രാജേട്ടൻ എക്സിറ്റ് ആയി പോവും. ഓക്കെ, രാത്രി 2 മണിക്കൊക്കെ എണീറ്റിരുന്ന് കുത്തിപ്പിടിച്ച് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ആസിഫ് അലി ഉണ്ട്, ടൊവിനോ ഉണ്ട്, ബാക്കി എല്ലാവരും പേര് പറഞ്ഞു. എന്നാലും പറയാം, പറയാം. രാത്രി 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് അങ്ങനെ പറയല്ലേ ചേട്ടാ. പറഞ്ഞത് തന്നെ പറയാം, കുഴപ്പമില്ല. അങ്ങനെ ആണെങ്കിൽ ആരായിരിക്കും ശരിക്കും റിയാലിറ്റി മാറ്റില്ല. ഓക്കെ, പൃഥ്വിരാജ് ഒരു മെസ്സേജ് അയച്ചാൽ യൂഷ്വലി അത് ഏത് ടോൺ ആയിരിക്കും? ഭയങ്കര മെസ്സേജിന്റെ ടോണൊക്കെ ഇടുന്നു. അല്ല, വോയിസ് മെസ്സേജിന് ഒരു ടോൺ ഉണ്ടാവില്ലേ? ഭയങ്കര എന്നുവെച്ചാൽ നമുക്ക് രാജേട്ടൻ ഇപ്പൊ നേരത്തെ പറഞ്ഞാല് രമേശ് ചേട്ടൻ നമ്മൾ വിചാരിച്ചു ഭയങ്കര ഫണ്ണിയാണ്, പക്ഷെ ഇപ്പൊ പറഞ്ഞു ഭയങ്കര സീരിയസ് ആ. രാജേട്ടന് നമ്മൾ കാണുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാ. അപ്പൊ അത് ഒരു ഉന്മാദത്തിന്റെ ടോണായിരിക്കും. അവിടെയും ഉന്മാദം വന്നു എന്നുള്ളതാണ്. ജേട്ടനെ പറഞ്ഞില്ല കേട്ടോ നിങ്ങള്. എല്ലാ ഒരു പുതിയ മൂവി വന്നാൽ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ അത് കാണണം എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ അപ്പൊ തരാൻ സാധ്യത ഉള്ള ഗ്രൂപ്പില്. സിനിമ കാണണമെന്ന് പറഞ്ഞ റെക്കമെൻഡ്, ഇന്ന മൂവി കാണണം, അടിപൊളിയാണ്. ആസിഫ് പറയാം. അപ്പൊ ജേട്ടനെ ഇതിൽ പറഞ്ഞില്ലല്ലോ? ഇല്ല, ഒന്നിലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജയേട്ടൻ? ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ എന്ത് ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യമായിരിക്കും? ആ ഗ്രൂപ്പിന്റെ ഐശ്വര്യം അവനായിരിക്കും. ജയേട്ടൻ ഈ ഗ്രൂപ്പിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ആ ഒരു ഉന്മാദത്തിലായിരിക്കും നിക്ക അല്ലേ? ആ ഒരു ഗ്രൂപ്പ് റോളാണോ ചോദിച്ചത് ആ ഗ്രൂപ്പില്? അങ്ങനെ പറയാം. ജേട്ടൻ ഇപ്പൊ ആ ഗ്രൂപ്പിന്റെ ഐശ്വര്യമാണല്ലോ. അപ്പൊ തലവനായിരിക്കും, അഡ്മിൻ ആയിരിക്കും മിക്കവാറും അല്ലെ? നിങ്ങളെല്ലാരും കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് ഭയങ്കര ഒരു ഉന്മാദത്തിലെത്തി. ആയില്ലേ ചേച്ചി? ഉന്മാദത്തിലായില്ലേ? ഒരു ഹൈ ഫീൽ ചെയ്യുന്നുണ്ട് ചേട്ടാ. ഇതുകൊണ്ടാണ് ചേട്ടനല്ലേ ഞാനിത് എടുത്തെടുത്ത് പറയുന്നു. ഇതുകൊണ്ടാണ് ചേട്ടന്റെ അടുത്ത് സംസാരിക്കാൻ എല്ലാവർക്കും പേടി. പക്ഷെ ഇല്ലാട്ടോ ചേട്ടൻ കൂടെ വല്ലപ്പോഴും ഇവരുടെയൊക്കെ ഔദാര്യത്തിലെ ഒരു ഇന്റർവ്യൂവിന് എന്നെ ഇരുത്തുന്നത്. സാധാരണ ഇന്നലെയൊക്കെ ഞാൻ ഇവിടെ വന്നു നിന്നപ്പോ അവര് പറഞ്ഞു ക്യാമറ ഒഴിവില്ല, സീറ്റില്ല എന്ന് പറഞ്ഞു. 4ാമത്തെ ഇന്റർവ്യൂവിന് ഞാൻ കയറി ഇരുന്നപ്പം പറഞ്ഞു കുറച്ച് റൈറ്റ് എന്ന് പറഞ്ഞ് ഫ്രെയിമിന് വെളിയിൽ കളഞ്ഞു. അതും കൂടി ഇല്ലാതാക്കും ഇത് പറഞ്ഞു. ഇല്ല, ഇവർക്കൊക്കെ ചേട്ടന് നല്ല അല്ലേ? നല്ല അല്ലേ? സോഷ്യൽ മീഡിയയുടെ അല്ലേ നിങ്ങള്?
അതെന്താ അങ്ങനെ? ചോദിച്ചത് ശരിക്കും അങ്ങനെ ഭയങ്കര സാധനമാണോ ചാക്കോച്ച? ശ്ശേ. അല്ലല്ലോ. ഏയ്. എല്ലാ ഇന്റർവ്യൂവിനും ഇങ്ങനെ ഇന്റർവ്യൂസ് പറയുന്നുണ്ട്, അയ്യോ സാബു ചേട്ടൻ ഉണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചേട്ടൻ ഫണ്ണായിരുന്നു. മതി. ഇതിപ്പോ ഞാൻ ഉന്മാദത്തിൽ എത്തുന്ന അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ഹോൾ ടീം. നിർത്തണ്ടേ? അല്ല, എന്റെ അടുത്ത് പറഞ്ഞ സിനിമേനെ പറ്റി ഒത്തിരി ചോദിച്ചാൽ അത് സ്പോയിലർ ആയി പോകുന്നു. അതാ ഞാൻ പിന്നെ ഗെയിം ഒക്കെ ആക്കി. അല്ല ഓക്കെയാണ് എന്തായാലും 31-ാം തീയതി നമ്മൾ തിയേറ്ററിൽ ഞെട്ടും എന്നുള്ളത് എല്ലാരും പറഞ്ഞു ഇല്ലേ? നമ്മൾ പറഞ്ഞില്ല, ഞങ്ങള് പറഞ്ഞില്ല അല്ല, ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞെട്ടും എന്തായാലും. നിങ്ങളെല്ലാരും ഉള്ള മൂവി അല്ലേ, നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. ചേട്ടൻ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ അനന്തങ്കാടൊക്കെ നല്ലൊരു ഹൊറർ, അങ്ങനത്തെ ഒരു വയലൻസ് സോറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നിങ്ങളെല്ലാവരും ഇത്രയും നാളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, നമുക്ക് എന്തായാലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. തിയേറ്ററിൽ കാണണം എല്ലാരും. തിയേറ്റർ കാണുന്ന ഒരു മേലുവരിപ്പ് TV കണ്ടാൽ കിട്ടത്തില്ല. അതുകൊണ്ട് OTTക്ക് വെയിറ്റ് ചെയ്യാതെ ഇത് ആക്ച്വലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് പോസിബിലിറ്റി ഉള്ളൊരു സിനിമയാണ്. കാര്യം ആ സിനിമയുടെ ജോണറും അതിന്റെ ഒരു മൂഡെല്ലാം അങ്ങനത്തെ ഒരു സ്ഥലത്തിരുന്ന് കാണുമ്പോഴാണ് അതിന്റെ സുഖം കിട്ടുന്നത്. അതെ, മുടക്കുന്ന പൈസ മുതലാവും. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ മൂവി പോയി കാണാ. ഉന്മാദം ഒരു ഹിറ്റ് മൂവി ആവട്ടെ, എപ്പോഴത്തെയും പോലെ ചക്കൊച്ചൻ മൂവീസ് പോലെ ഇതും ഒരു ഹിറ്റ് മൂവി ആവട്ടെ. താങ്ക് യു സോ മച്ച്.